അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. അസത്യത്തിനെതിരെ സത്യത്തിന്റെ പടവാളുയർത്തി, അധർമ്മത്തിനെതിരെ ധർമ്മത്തിന്റെ വിപ്ലവഗീതം മുഴക്കി, അജ്ഞതയ്ക്കെതിരെ ജ്ഞാനത്തിന്റെ മധുരഗീതം പാടി, വർണ്ണവിവേചനത്തിനെതിരെ ശാന്തിയുടെ സമാധാനത്തിന്റെ സ്നേഹത്തിന്റെ മധുര മന്ത്രമുരുവിട്ട ലോകത്തിന്റെ നായകർ ഹബീബുന സയ്യിദുന മുജ്തബ മുർതള ഷഫീഉൽ വറ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രത്തിന്റെ രണ്ടാം ഭാഗം ആരംഭിക്കുകയാണ്. പ്രവാചക പ്രഭുവിന്റെ ഈ ചരിത്രം പറയുമ്പോൾ ഇത് കേൾക്കാൻ ചിലവഴിക്കുന്ന നാം ഓരോരുത്തരുടെയും ഓരോ നിമിഷങ്ങൾക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. നാം പറയുന്നതും കേൾക്കുന്നതും അല്ലാഹു ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കഴിഞ്ഞ ഭാഗത്തിലൂടെ ഹാഷിമിന്റെ കഥയാണല്ലോ നാം പറഞ്ഞു വെച്ചത്. മക്ക പട്ടണത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ ഹാഷിമിന് കഴിഞ്ഞിരുന്നു. മക്കയിലെ ആളുകൾക്ക് ഭക്ഷണത്തിനുള്ള വക കാഫിലക്കാർ കൊണ്ടുവരണം. മക്കയിൽ കൃഷിയില്ല. ഹാഷിമിന്റെ കാലത്ത് കാഫിലക്കാർ ധാരാളം ആഹാര സാധനങ്ങൾ കൊണ്ടുവരുമായിരുന്നു. ജനങ്ങൾ പട്ടിണിയില്ലാതെ കഴിഞ്ഞുകൂടി. ജനസേവകനായ നേതാവിനെ എല്ലാവരും സ്നേഹിച്ചു. ഹാഷിമിന്റെ വിയോഗം നാട്ടുകാരെ ദുഃഖത്തിലാഴ്ത്തി. ഇനി തങ്ങളുടെ നേതാവാര്? നാട്ടിൽ സമാധാനം നിലനിൽക്കണം, പട്ടിണിയുണ്ടാകരുത്, നല്ല ഭരണാധികാരി വേണം. ഭരണാധികാരി മരണപ്പെട്ടാൽ സന്താനങ്ങളിൽ പ്രമുഖനാണ് ഭരണാധികാരം കിട്ടുക. ഹാഷിമിന്റെ മകൻ കൊച്ചുകുട്ടിയല്ലേ, അവനെ ഭരണാധികാരിയാക്കാൻ പറ്റുമോ? ഹാഷിമിന്റെ സഹോദരനാണ് മുത്തലിബ്. മുത്തലിബ് ദയാലുവാണ്, ജനസേവകനാണ്. ആളുകൾ ഒത്തുകൂടി മുത്തലിബിനെ നേതാവാക്കി. മക്ക പട്ടണം മുത്തലിബ് ഭരിക്കാൻ തുടങ്ങി. കാഫിലകൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ഹജ്ജ് കാലത്ത് ധാരാളം ആളുകൾ മക്കയിൽ വരും. ഹാജിമാർക്ക് വെള്ളവും ആഹാരവും നൽകാൻ മുത്തലിബ് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു. കുറഞ്ഞ കാലം കൊണ്ടുതന്നെ മുത്തലിബ് നാട്ടുകാരുടെ പ്രിയപ്പെട്ട നേതാവായി തീർന്നു. സംവത്സരങ്ങൾ പലതും കടന്നുപോയി. മുത്തലിബ് പലപ്പോഴും ഷൈബയെ കുറിച്ചോർക്കും. ഷൈബയെ മറന്നിട്ടില്ലല്ലോ, ഹാഷിമിന്റെ പുത്രൻ. മക്കയുടെ ഭരണം ഷൈബയെ ഏൽപ്പിക്കണം. ഷൈബയാണ് മക്ക ഭരിക്കേണ്ടത്. ഷൈബ മാതാവിന്റെ കൂടെ യസ്രിബിൽ കഴിയുകയാണ്. അവനെ മക്കയിൽ കൊണ്ടുവരണം. അവൻ ഇവിടെയാണ് വളരേണ്ടത്. ഇന്നാട്ടിലെ ചിട്ടകൾ പഠിക്കുകയും വേണം. ഒരിക്കൽ മുത്തലിബ് യസ്രിബിലേക്ക് പോയി. അദ്ദേഹം കയറിയ ഒട്ടകം ബനു നജ്ജാർ കുടുംബത്തിന്റെ വീട്ടുമുറ്റത്ത് വന്നു നിന്നു. മുത്തലിബിനെ വീട്ടുകാർ സ്വീകരിച്ചു. സെൽമയും മകനും കടന്നു വന്നു. ഗംഭീരമായ വിരുന്ന് നൽകി. മക്കയുടെ രാജാവല്ലേ വന്നിരിക്കുന്നത്? സെൽമ, എനിക്ക് നിന്നോട് ഗൗരവമുള്ള ഒരു കാര്യം പറയാനുണ്ട്. അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. സെൽമ ആശ്ചര്യത്തോടെ മുത്തലിബിന്റെ മുഖത്തേക്ക് നോക്കി. മുത്തലിബ് വിഷയം അവതരിപ്പിച്ചു. ഷൈബ ഹാഷിമിന്റെ മകനാണ്. അവൻ മക്കയുടെ ഭരണാധികാരിയായി വരണം. അവൻ മക്കയിൽ വന്നു താമസിക്കട്ടെ. അവിടത്തെ ചിട്ടകളൊക്കെ പഠിക്കട്ടെ. നീ അവനെ എന്റെ കൂടെ അയക്കണം. മകനെ വിട്ടുകൊടുക്കാനോ? സെൽമയുടെ മനസ്സ് പിടച്ചുപോയി. നീ ഒട്ടും വിഷമിക്കണ്ട. ഷൈബയ്ക്ക് നല്ലൊരു ഭാവിയുണ്ട്. അവൻ പിതാവിന്റെ പാതയിലൂടെ വളർന്നു വരട്ടെ. ഹാഷിമിന്റെ യശസ് ഷൈബ നിലനിർത്തട്ടെ. ഹാഷിമിനെ സ്നേഹിച്ച ജനങ്ങൾ ഷൈബയെയും സ്നേഹിക്കും. അവരുടെ സംഭാഷണം തുടർന്നു. ഒടുവിൽ മകനെ വിട്ടുകൊടുക്കാൻ സെൽമ സമ്മതിച്ചു. ഷൈബയെയും കൂട്ടി മുത്തലിബ് മക്കയിലേക്ക് മടങ്ങി. വിശാലമായ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മുത്തലിബ് പല പ്രദേശങ്ങളും പരിചയപ്പെടുത്തി കൊടുത്തു. അവർ മക്കയുടെ അതിർത്തി കടന്നു. ഷൈബ വിസ്മയം നിറഞ്ഞ ആ കണ്ണുകൾ കൊണ്ട് ആ പ്രദേശമാകെ നോക്കിക്കണ്ടു. മുത്തലിബും ഷൈബയും മക്കയുടെ അതിർത്തി കടന്നു. മക്കക്കാർ ആ കാഴ്ച കണ്ടു. ഒട്ടകപ്പുറത്ത് മുത്തലിബ് ഇരിക്കുന്നു. പിന്നിൽ ഒരു ചെറുപ്പക്കാരൻ. അടിമയായിരിക്കും. അടിമ ചന്തയിൽ നിന്ന് കൊണ്ടുവരികയാവും. അവർക്ക് അടിമയെ ഇഷ്ടപ്പെട്ടു. അവർ സന്തോഷത്തോടെ വിളിച്ചു പറയാൻ തുടങ്ങി, അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബ്, അഥവാ മുത്തലിബിന്റെ അടിമ, മുത്തലിബിന്റെ അടിമ. മുത്തലിബിന് ദേഷ്യം വന്നു. നിങ്ങൾക്ക് നാശം, ഇത് എന്റെ അടിമയല്ല, എന്റെ സഹോദരപുത്രനാണ്, ഇവൻ ഷൈബയാണ്. മുത്തലിബ് ഉറക്കെ മക്കക്കാരോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ആര് കേൾക്കാൻ? ആളുകൾ അബ്ദുൽ മുത്തലിബ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ആ പേര് പ്രസിദ്ധമായി തീർന്നത്. ഹാഷിമിന്റെ മകൻ ഷൈബത്ത് അബ്ദുൽ മുത്തലിബ് എന്ന പേരിൽ അറിയപ്പെട്ടു. അന്നത്തെ അറബികളെ പോലെ നമുക്കും ഷൈബയെ അബ്ദുൽ മുത്തലിബ് എന്ന് വിളിക്കാം. ബുദ്ധിമാനായ ചെറുപ്പക്കാരൻ, വിശാല മനസ്കൻ, വളരെ വേഗം ജനങ്ങളുടെ സ്നേഹം സമ്പാദിച്ചു. മുത്തലിബ് ആ ചെറുപ്പക്കാരന് ഭരണകാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു.
കുടുംബചരിത്രം പറഞ്ഞുകൊടുത്തു. ഹാഷിമിന്റെ പുത്രനല്ലേ, എല്ലാ കാര്യങ്ങളും വളരെ വേഗം പഠിച്ചു. ഒടുവിൽ മക്കയുടെ മഹാനായ ഭരണാധികാരിയായി തീർന്നു അബ്ദുൽ മുത്തലിബ് അഥവാ ഷൈബ. ഇനി നാം ഈ പ്രവാചക ചരിത്രത്തിൽ മുഴുനീളം ഷൈബ എന്ന പേര് കൂടുതലും ഉച്ചരിക്കില്ല, അബ്ദുൽ മുത്തലിബ് എന്നാണ് നാം പറയുക. അബ്ദുൽ മുത്തലിബ് വിവാഹം കഴിച്ചു. ആദ്യമായി ജനിച്ച പുത്രന്റെ പേര് ഹാരിസ് എന്നായിരുന്നു. അബ്ദുൽ മുത്തലിബിന് അള്ളാഹു വലിയ അനുഗ്രഹങ്ങൾ നൽകി. അദ്ദേഹത്തിന് ധാരാളം സന്താനങ്ങളുണ്ടായി. മക്കളിൽ ഏറ്റവും സ്നേഹം അബ്ദുള്ളയോടായിരുന്നു. അബ്ദുള്ള കാണാൻ സുമുഖൻ, നല്ല വെളുത്ത നിറം. അബ്ദുള്ളയെ എല്ലാവരും ഇഷ്ടപ്പെട്ടു. മറ്റുള്ളവരെ പോലെ അബ്ദുള്ളയും കച്ചവടക്കാരനായി മാറി. നായാട്ടും ആയുധവിദ്യയും ഇഷ്ടവിനോദമായി. അബ്ദുള്ളയ്ക്ക് 20 വയസ്സാകുന്നതേയുള്ളൂ. അബ്ദുൽ മുത്തലിബിന് മകനെ കൊണ്ട് വിവാഹം ചെയ്യിക്കണമെന്ന് വലിയ മോഹം. ഉന്നത തറവാട്ടിൽ നിന്ന് വധുവിനെ കണ്ടുപിടിക്കണം. മക്കയിലെ പ്രശസ്തമായ ബനു സുഹറ കുടുംബത്തിൽ വിവാഹാന്വേഷണമെത്തി. ആ കുടുംബത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പമാരുടെ കൂട്ടത്തിൽ കിലാബ് എന്നു പേരായ ഒരു നേതാവുണ്ട്. കിലാബ് എന്ന ഉപ്പാപ്പയുടെ ഒരു മകന്റെ പേര് സുഹറത്ത് എന്നായിരുന്നു. സുഹറത്തിന്റെ സന്താന പരമ്പരയെ ബനു സുഹറ എന്ന് വിളിക്കുന്നു. ബനു സുഹറ കുടുംബത്തിന്റെ നേതാവാണ് വഹബ്. അദ്ദേഹത്തിന്റെ സുന്ദരിയായ മകളാണ് ആമിന ബീവി റളിയല്ലാഹു അൻഹ. സദ്ഗുണ സമ്പന്നയായ ആമിനയെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അബ്ദുൽ മുത്തലിബിനും ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം വഹബിനെ സമീപിച്ചു. താങ്കളുടെ മകൾ ആമിനയെ എന്റെ മകൻ അബ്ദുള്ളയ്ക്ക് വിവാഹം ചെയ്തു കൊടുക്കണം. മക്കയുടെ നേതാവ് തന്റെ കുടുംബത്തിൽ നിന്ന് വിവാഹാന്വേഷണം നടത്തുക കുടുംബത്തിന് അതൊരു അന്തസ്സല്ലേ. സന്തോഷപൂർവ്വം സമ്മതിച്ചു. വിവാഹ നിശ്ചയവും നടന്നു. വിവരമറിഞ്ഞപ്പോൾ മക്കയിലെ പെണ്ണുങ്ങൾ പറഞ്ഞു, ആമിന, നീ ഭാഗ്യവതിയാണ്, അബ്ദുള്ളയെ ഭർത്താവായി കിട്ടിയല്ലോ. എത്ര പെണ്ണുങ്ങളാണ് അബ്ദുള്ളയുടെ ഭാര്യയാവാൻ കൊതിച്ചത്. ആ ഭാഗ്യം സിദ്ധിച്ചത് ആമിനയ്ക്കാണ്. വിവാഹം നിശ്ചയിച്ചതോടെ വഹബിന്റെ തിരക്ക് വർദ്ധിച്ചു. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിവാഹത്തിന് ക്ഷണിക്കണം. ഗോത്ര നേതാക്കളെ വിളിക്കണം. ഒന്നാം തരം ഭക്ഷണം ഒരുക്കണം. മക്കയിലെ ഉന്നതന്മാരാണ് പുതിയാപ്പിളയുടെ കൂടെ വരുന്നത്. വീടിന് മുമ്പിൽ വിശാലമായ തമ്പുയർന്നു. അത് നിറയെ ഇരിപ്പിടങ്ങൾ നിരത്തി. ഭക്ഷണം പാകം ചെയ്യുവാനുള്ള പന്തലൊരുക്കി. പാചകക്കാരെത്തി. ധാരാളം പഴവർഗ്ഗങ്ങളെത്തി. വിവിധതരം പാനീയങ്ങൾ കൊണ്ടുവന്നു. ഒട്ടകത്തെ അറുത്തു. ഇറച്ചി പല രീതിയിൽ പാകം ചെയ്തു. ആടുകളെ അറുക്കുകയും വരട്ടുകയും പൊരിക്കുകയും ചെയ്തു. റൊട്ടിയും പലഹാരങ്ങളും ഉണ്ടാക്കി. സുമുഖനായ അബ്ദുള്ള പുതുമാരനായി ഒരുങ്ങുകയാണ്. പുതുവസ്ത്രങ്ങൾ ധരിച്ചു. വിവാഹവേളയിൽ ധരിക്കുന്ന പ്രത്യേകതര ഉടുപ്പുകളും അണിഞ്ഞു. മേത്തരം സുഗന്ധദ്രവ്യങ്ങൾ പൂശി. ഉടുത്തൊരുങ്ങി വന്നപ്പോൾ ഒരു രാജകുമാരൻ. കൂട്ടുകാർ ചുറ്റും കൂടി. ബന്ധുക്കളും അയൽക്കാരും നാട്ടുകാരും ഒത്തുചേർന്നു. പുതുമാരൻ ഇറങ്ങുകയാണ്. ആഹ്ലാദം അലയടിച്ചുയർന്നു. വിവാഹ പാർട്ടി നീങ്ങുകയാണ്. അവർ വധൂഗ്രഹത്തിലെത്തി. ഉന്നതന്മാർ സ്വീകരിക്കാൻ നിൽക്കുന്നു. കബീലയുടെ ആചാരപ്രകാരം പുതുമാരനെ എതിരേറ്റു. കൂടെ വന്നവരെ സ്ഥാനവലുപ്പം പോലെ ഇരിപ്പിടങ്ങളിൽ ഇരുത്തി. മനോഹരമായ കപ്പുകളിൽ മനം കുളിർപ്പിക്കുന്ന പാനീയം നൽകി. സന്തോഷഭരിതമായ അന്തരീക്ഷം. മക്ക പട്ടണം മുഴുവൻ ശ്രദ്ധിക്കുന്ന വിവാഹം. വിവാഹത്തിന്റെ ചടങ്ങുകൾ തുടങ്ങി. കബീലക്കാർക്ക് അതിനൊക്കെ ചില ചടങ്ങുകളുണ്ട്. അതനുസരിച്ച് കാരണവന്മാർ ചോദ്യവും ഉത്തരവും ഒക്കെ നടത്തി. നിക്കാഹ് നടന്നു. വിഭവ സമൃദ്ധമായ സദ്യ. എന്തെല്ലാം തര വിഭവങ്ങൾ! മസാല ചേർത്ത ഇറച്ചി, റൊട്ടി, പലഹാരങ്ങൾ, പഴങ്ങൾ, പാനീയങ്ങൾ. എല്ലാവരും വയറു നിറയെ തിന്നു. അടുത്ത കാലത്തൊന്നും ഇത്ര രുചികരമായ ഭക്ഷണം കഴിച്ചിട്ടില്ല. അന്നത്തെ ആചാരമനുസരിച്ച് 3 ദിവസം പുതുമാരൻ പുതുപെണ്ണിന്റെ വീട്ടിൽ കഴിയണം. അബ്ദുള്ള വധുവിന്റെ വീട്ടിൽ താമസിക്കുകയാണ്. കൂടെ വന്നവരൊക്കെ മടങ്ങുന്നു. വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഓരോരുത്തരായി പിൻവാങ്ങി. പുതുമാരന്റെ മനസ്സ് നിറയെ ആഹ്ലാദമാണ്. ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ ഭാര്യയായി കിട്ടിയല്ലോ, എന്റെ ഭാഗ്യം തന്നെ. ആമിനയുടെ മനസ്സിലും ആഹ്ലാദം തന്നെയാണ്. അബ്ദുള്ളയെ പോലെ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു ചെറുപ്പക്കാരൻ മക്കയിലുണ്ടോ? അദ്ദേഹത്തിന്റെ ഭാര്യയാകാൻ ആരെല്ലാം കൊതിയോടെ കാത്തിരുന്നു. തനിക്കാണ് ആ ഭാഗ്യം സിദ്ധിച്ചത്. സൽക്കാരത്തിന്റെ 3 രാപ്പകലുകൾ. ആമിനയുടെ അടുത്ത കുടുംബക്കാരൊക്കെ കാണാൻ വന്നു. പാരിതോഷികങ്ങൾ നൽകി ആശംസകൾ നേർന്നു. മറക്കാനാവാത്ത നാളുകൾ. കേട്ടറിഞ്ഞതിനേക്കാളും എത്രയോ ആദരണീയനാണ് തന്റെ ഭർത്താവ്. എന്തു നല്ല ഭാഷണം, മുത്തുമണികൾ പോലുള്ള പദങ്ങൾ, ആകർഷകമായ പെരുമാറ്റം, സദ്ഗുണ സമ്പന്നൻ, മനോഹരമായ ദന്തനിരകൾ, പവിഴ ചുണ്ടുകൾ, ആകർഷകമായ പുരികങ്ങൾ, ആരെയും ആകർഷിക്കുന്ന പെരുമാറ്റം. ആമിന ബീവി അതിശയത്തോടെ ആ മുഖത്തേക്ക് നോക്കി. ഈ ചെറുപ്പക്കാരൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതല്ലേ? ബലിയറുക്കാൻ വിധിക്കപ്പെട്ട ബലിമൃഗമായിരുന്നല്ലോ. ആ കഥ മക്കയിലെങ്ങും പാട്ടാണ്. അബ്ദുൽ മുത്തലിബിന്റെ നേർച്ച ഒരു മകനെ ബലി കൊടുക്കാനായിരുന്നു നേർച്ച. നറുക്കെടുത്തപ്പോൾ അബ്ദുള്ളയുടെ പേര് കിട്ടി.
അങ്ങനെ അബ്ദുള്ള ബലിയെറുക്കപ്പെട്ടിരുന്നെങ്കിൽ ബലിയുടെ ദിവസം എന്തൊരു വെപ്രാളമായിരുന്നു. ആണുങ്ങളും പെണ്ണുങ്ങളും തിങ്ങി നിറഞ്ഞു. എത്രയോ പെണ്ണുങ്ങൾ അബ്ദുള്ളക്ക് വേണ്ടി കൽബുരുകി പ്രാർത്ഥിച്ചു, അബ്ദുള്ള രക്ഷപ്പെടണേ എന്നാശിച്ചു. താനും അബ്ദുള്ളക്ക് വേണ്ടി തേടിയില്ലേ? ആമിന ബീവി ഓർക്കുകയാണ്. അതൊരു വലിയ കഥയാണ്. സംസം കിണർ മൂടപ്പെട്ടു പോയിരുന്നു. കുറെ വർഷങ്ങൾ കടന്നുപോയി. സംസം കിണർ എവിടെയായിരുന്നു എന്ന് പോലും ആർക്കും അറിയില്ല. അബ്ദുൽ മുത്തലിബ് 3 ദിവസം തുടർച്ചയായി സ്വപ്നം കണ്ടു. ബലിയറുക്കുന്ന ബിംബത്തിനു താഴെ കുഴിക്കാൻ സ്വപ്നത്തിൽ കൽപ്പന കിട്ടി. അന്ന് അബ്ദുൽ മുത്തലിബിന് ഒറ്റ മകനെയുള്ളൂ, ഹാരിസ്. ബാപ്പയും മകനും കൂടി ബിംബത്തിനു താഴെ കുഴിക്കാൻ തുടങ്ങി. ഖുറൈശികൾ സമ്മതിച്ചില്ല, അവർ തടുത്തു, ബലം പ്രയോഗിച്ചു. അബ്ദുൽ മുത്തലിബിന് കോപം വന്നു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, എനിക്ക് 10 പുത്രന്മാർ ജനിച്ചാൽ ഒന്നിനെ ഞാൻ ബലിയെറുക്കും. ഖുറൈശികൾ നടുങ്ങിപ്പോയി. അവർ പിൻവാങ്ങി, നിലം കുഴിച്ചു. സംസം കിണർ കണ്ടെത്തി. സംസം വെള്ളം കിട്ടി. നോക്കൂ, അല്ലാഹു തആല അബ്ദുൽ മുത്തലിബിന് നൽകിയ അനുഗ്രഹം ഇന്നും സംസം നിലനിൽക്കുകയാണ്. അബ്ദുൽ മുത്തലിബ് പല വിവാഹങ്ങൾ നടത്തി. 10 പുത്രന്മാരുണ്ടായി. അപ്പോഴാണ് നേർച്ചയുടെ കാര്യം ഓർമ്മ വന്നത്. ബലിയറുക്കണം. ഏത് പുത്രനെ അറുക്കണം നറുക്കിട്ടു. അബ്ദുള്ളയെ അറുക്കുവാൻ തീർപ്പ്. ജനങ്ങൾ പ്രതിഷേധിച്ചു. ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ ബലി നടത്തുകയോ? എന്തൊരു ക്രൂരതയാണ്! ഇനി എന്ത് ചെയ്യും? നേർച്ച വീടാതിരിക്കാൻ പറ്റുമോ? പലരും ഇടപെട്ടു ചർച്ച ചെയ്തു. ഒരു തീരുമാനത്തിലെത്തി. 10 ഒട്ടകത്തിന് ഒരു നറുക്ക്, അബ്ദുള്ളയ്ക്ക് ഒരു നറുക്ക്. എന്നിട്ട് നറുക്കെടുക്കുക. 10 തവണ മാത്രമേ നറുക്കെടുക്കൂ. 10 നറുക്കും അബ്ദുള്ളയ്ക്ക് വീണാൽ രക്ഷയില്ല. അബ്ദുള്ളയെ ബലി കൊടുക്കണം. 10-ൽ ഏതെങ്കിലും ഒന്ന് ഒട്ടകങ്ങൾക്ക് വീണാൽ അബ്ദുള്ള രക്ഷപ്പെടും. ഒട്ടകത്തിന് വീണാൽ ഓരോ നറുക്കിനും 10 ഒട്ടകങ്ങളെ ബലിയെറുക്കണം. നറുക്കെടുപ്പ് തുടങ്ങി. ആദ്യ നറുക്ക് അബ്ദുള്ളയ്ക്ക്. 10 ഒട്ടകങ്ങളെ ബലിയെറുക്കാൻ മാറ്റി നിർത്തി. അടുത്ത നറുക്കെടുക്കൂ, അതും അബ്ദുള്ളയ്ക്ക്. 10 ഒട്ടകങ്ങളെ മാറ്റി നിർത്തി. മൂന്നാമത്തെ നറുക്ക് വീണതും അബ്ദുള്ളയ്ക്ക്. 4, 5, 6, 7 കാണികൾ അമ്പരന്നു നിന്നു. എല്ലാം അബ്ദുള്ളയുടെ പേരിൽ. 8ഉം 9ഉം നറുക്കെടുത്തപ്പോൾ നിർഭാഗ്യം തന്നെയാണ്, അതും അബ്ദുള്ളയ്ക്ക് തന്നെയാണ്. 90 ഒട്ടകങ്ങൾ ബലിമൃഗങ്ങളായി. ജനം ആകാംക്ഷയോടെ ആശങ്കയോടെ കാത്തുനിന്നു. 10ാമത് നറുക്ക്. ഇതും അബ്ദുള്ളയ്ക്ക് വീണാൽ മക്കയുടെ പ്രിയപ്പെട്ട പുത്രൻ ബലിയെറുക്കപ്പെടും. 10ാം നറുക്ക് വീണു. അത് ഒട്ടകങ്ങൾക്കായിരുന്നു. ആഹ്ലാദം അണപൊട്ടിയൊഴുകി. അബ്ദുള്ള രക്ഷപ്പെട്ടു. 100 ഒട്ടകങ്ങൾ ബലിക്കല്ലിൽ കയറി. 100 ഒട്ടകങ്ങളെ ബലി കൊടുത്ത് രക്ഷപ്പെടുത്തിയെടുത്ത ജീവൻ. ആ മനുഷ്യനാണ് ഈ നിൽക്കുന്നത്, തന്റെ പുതുമാരൻ. ആ കഥകൾ ഓർത്തപ്പോൾ ആമിനായുടെ കൽബകം സ്നേഹം കൊണ്ട് നിറഞ്ഞു. 3 ദിവസങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നുപോയത്. നാളെ നവദമ്പതികൾ യാത്ര തിരിക്കുകയാണ് പുതിയാപ്പളയുടെ വീട്ടിലേക്ക്. അബ്ദുൽ മുത്തലിബും മറ്റു ബന്ധുക്കളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മകനെയും ഭാര്യയെയും കാണാൻ. കബീലക്കാർക്ക് അതിനും ചില ചടങ്ങുകളൊക്കെയുണ്ട്. നവദമ്പതികളും ബന്ധുക്കളും അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിലെത്തിച്ചേർന്നു. അവിടെ ഹൃദ്യമായ സ്വീകരണം, വലിയ സൽക്കാരം. ബന്ധുക്കളൊക്കെ വന്നുകൂടിയിട്ടുണ്ട്. അവർ ആമിന ബീവിയോട് സംസാരിച്ചു. എല്ലാവർക്കും നന്നേ ഇഷ്ടപ്പെട്ടു. എന്ത് നല്ല പെൺകുട്ടി! അബ്ദുൽ മുത്തലിബ് എന്ന വലിയ നേതാവിനെ ആമിന അടുത്തറിയുന്നു. എന്തെല്ലാം സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആളാണ്. എപ്പോഴും വീട്ടിൽ തിരക്കാണ്. പലരും കാണാൻ വരുന്നു. പലർക്കും പല ആവശ്യങ്ങളുണ്ട്. നേതാവിന് ആരുടെയെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ആമിന ബീവി ഭർത്തൃ വീട്ടിലെ അന്തരീക്ഷവുമായി ഇണങ്ങിച്ചേർന്നു. ആ വീട്ടിൽ ആമിന ബീവി വളരെ സന്തോഷവതിയായിരുന്നു. ഒരു സീസൺ കൂടി കടന്നു വരുന്നു. കാഫില പുറപ്പെടാൻ സമയമായി. ഷാമിലേക്കുള്ള യാത്ര ദിവസങ്ങൾക്കകം പുറപ്പെടുന്നു. മക്കയിൽ അതിന്റെ ആരവം തുടങ്ങിക്കഴിഞ്ഞു. സ്വപ്നങ്ങളെ വിട. ആമിന, എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. നീ വിഷമിക്കരുത്, ദുഃഖിതയാവരുത്. അബ്ദുള്ള സ്വരം താഴ്ത്തി ഭാര്യയോട് പറഞ്ഞു. ആമിന ബീവിക്ക് അതിശയം തോന്നി. എന്താണ് ഇത്ര പ്രധാന കാര്യം? കാഫില പുറപ്പെടുകയാണ്. ഞാനും കൂടെ പോകുന്നു. ഞാൻ നിന്നോട് യാത്ര ചോദിക്കുകയാണ്. ഞെട്ടിപ്പോയി. യാത്ര ചോദിക്കുകയോ? വിവാഹം കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ. കണ്ട് കൊതി തീർന്നിട്ടില്ല. അതിനിടയിൽ ഒരു യാത്ര. വെളുത്ത മുഖം ചുവന്നു തുടുത്തു. അവിടെ ദുഃഖം തളം കെട്ടി നിന്നു. മനോഹരമായ കണ്ണുകൾ നിറഞ്ഞു. ആമിന, ഇത് ഷാമിലേക്കുള്ള യാത്രയാണ്. വിഷമിക്കാൻ മാത്രം കാര്യമില്ല. കച്ചവടം കഴിഞ്ഞാൽ ഞാൻ ഉടനെ ഇങ്ങെത്തും. അതുവരെ സന്തോഷമായിരിക്കണം. ഒന്നും പറയാൻ കഴിയുന്നില്ല. തൊണ്ട വരണ്ടു പോയിരിക്കുന്നു. ഈ യാത്ര പറച്ചിലും കോരിത്തരിപ്പുമെല്ലാം അറബി പെണ്ണുങ്ങൾക്ക് പതിവാണല്ലോ. എങ്കിലും ഇത്ര പെട്ടെന്ന് ചിന്തിക്കുകയാണ്. അബ്ദുള്ള എന്തൊക്കെയേ പറയുന്നു. വാക്കുകൾ വഴുതിപ്പോകുന്നു. പകുതിയും ചെവിയിൽ പതിയൊന്നുമില്ല. തന്റെ സമ്മതം തേടി കാത്തിരിക്കുന്നു. പോയി വരൂ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. മുറിയിൽ നിന്നിറങ്ങി. ബാപ്പ എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ നൽകി. കൂട്ടുകാർ കാത്തിരിക്കുന്നു. വേഗം നടന്നുപോയി. ആ നടപ്പ് നോക്കി നിന്നു ആമിന ബീവി.
നടന്നു നടന്ന് കണ്ണിൽ നിന്ന് അകന്നുപോയി ഒരു നെടുവീർപ്പ്, ഒരു തേങ്ങൽ. ദുഃഖം സഹിക്കാതെ ആ പെൺകുട്ടി കരഞ്ഞുപോയി. കാഫില പുറപ്പെട്ടുവെന്ന് പിന്നീട് അറിഞ്ഞു. ആരവം കേൾക്കാമായിരുന്നു. പൊടിപടലം അകന്നു പോകുന്നതും കണ്ടു. കാഫില പുറപ്പെടുന്നതും വരുന്നതുമെല്ലാം മക്കയിൽ വലിയ വാർത്തയാണല്ലോ. കാഫിലക്കാരുടെ ഇനിയുള്ള ദിനരാത്രങ്ങൾ മരുഭൂമിയുടെ മധ്യത്തിലാണ്. ഭൂമിയിലെ കൊടുംചൂടും മണൽക്കാറ്റും സഹിച്ചു യാത്ര ചെയ്യണം. ദിവസങ്ങൾ കടന്നുപോയി. ആമിന ബീവി എല്ലാ ദിവസവും ഭർത്താവിനു വേണ്ടി പ്രാർത്ഥിക്കും. പുറപ്പെട്ടിട്ട് എത്ര ദിവസമായെന്ന് കണക്കുകൂട്ടി നോക്കും. തന്റെ പ്രയാസങ്ങൾ അബ്ദുൽ മുത്തലിബ് മനസ്സിലാക്കുന്നുണ്ട്. ഇടയ്ക്ക് ആശ്വാസ വചനങ്ങൾ ചൊരിയും. നല്ല മനുഷ്യനാണ് അബ്ദുൽ മുത്തലിബ്. ഇപ്പോൾ കാഫില ഷാമിലെത്തി കാണും. ഒരു ദിവസം അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, മക്കയിൽ നിന്ന് പുറപ്പെട്ടാൽ ഷാമിലെത്താൻ എത്ര ദിവസം വേണമെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. ഷാമിൽ എത്ര ദിവസം തങ്ങേണ്ടതായി വരുമെന്നും അറിയാം. അവിടെ നിന്ന് തിരിച്ചാൽ എത്ര ദിവസം കൊണ്ട് മക്കയിൽ എത്തിച്ചേരുമെന്നും പറയാനാകും. അബ്ദുൽ മുത്തലിബിനും ദുഃഖമായിരുന്നു. ബലിയിൽ നിന്ന് രക്ഷപ്പെട്ട മകനല്ലേ, മരിച്ച മകൻ തിരിച്ചു വന്നതുപോലെ അവനെ പിരിഞ്ഞിരിക്കാൻ വയ്യ. അബ്ദുൽ മുത്തലിബ് വൃദ്ധനാണ്. താടി രോമങ്ങൾ നിരച്ചു വെളുത്തിരിക്കുന്നു. ദുഃഖം വൃദ്ധമുഖത്ത് നിഴലിക്കുന്നു. ആമിനായെ ആശ്വസിപ്പിക്കുന്നു. ദിവസങ്ങളുടെ കണക്ക് പറയുന്നു. പിന്നെയും ദിനരാത്രങ്ങൾ കടന്നുപോയി. അബ്ദുൽ മുത്തലിബിന്റെ കണക്കനുസരിച്ച് കാഫില എത്തേണ്ട സമയമായി. പക്ഷേ കാണുന്നില്ല. ഒരു ദിവസം കൂടി കടന്നുപോയി. വെപ്രാളം കൂടിക്കൂടി വരികയാണ്. മക്ക കാഫിലക്കാരെ കാത്തു നിൽക്കുന്നു. ആഹാര സാധനങ്ങൾ, വസ്ത്രം, വിളക്കിലൊഴിക്കാനുള്ള എണ്ണ വരെ അവർ കൊണ്ടുവരണം. 2.5 മാസം പിന്നിട്ടിരിക്കുന്നു. എന്തേ വരാത്തത്? എവിടെയും ഉത്കണ്ഠയാണ്. മക്കയിലേക്ക് നീണ്ടുവരുന്ന പാതയിലേക്ക് കണ്ണു നട്ടിരിപ്പാണ് പലരും. ചില യാത്രക്കാർ വരുന്നത് അവ്യക്തമായി കണ്ടു. കാഫിലക്കാരുടെ ആഗമനം അറിയിക്കാൻ വേണ്ടി ചിലർ നേരത്തെ എത്തും. മക്കക്കാർ നോക്കി നോക്കി നിൽക്കെ അവർ അടുത്തെത്തി. കാഫിലയിൽ പോയവർ തന്നെയാണ്. കാഫിലയുടെ ആഗമനം സന്തോഷപൂർവ്വം വിളിച്ചു പറയുകയാണ് പതിവ്. ഇവർ എന്തേ ഒന്നും മിണ്ടാത്തത്? അവരുടെ മൗനം ആശങ്ക പടർത്തി. കാഫില വരുന്നുണ്ട്, സ്വീകരിക്കാൻ ഒരുങ്ങുക. അടങ്ങിയ ശബ്ദത്തിൽ ഒരു പ്രഖ്യാപനം. അവർ നേരെ അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിലേക്ക് ചെന്നു. ആളുകളും പിന്നാലെ കൂടി. ആഗതരെ കണ്ടപ്പോൾ അബ്ദുൽ മുത്തലിബിന് ആശ്വാസം. കാഫില ഇങ്ങെത്തിയല്ലോ. പക്ഷേ അവരുടെ മൗനം, മുഖത്തെ ദുഃഖഭാവം, വൃദ്ധന്റെ മുഖത്ത് വെപ്രാളം, ഉത്കണ്ഠ. ആഗതർ ദുഃഖത്തോടെ ആ വാർത്ത അറിയിച്ചു. ഇൻഷാ അല്ലാഹ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രം അടുത്ത ഭാഗത്തിലൂടെ നമുക്ക് വിശദമായി തന്നെ സംസാരിക്കാം. തൽക്കാലം എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും.